ഹലോ, വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ്. ജിയോജിത് സ്പോട്ട്ലൈറ്റിലെ ചില വീഡിയോകളിൽ വന്ന കമൻസ് ആണ് ഈ വീഡിയോയുടെ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. നിക്ഷേപകർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടുമാണ് പലരും അബദ്ധങ്ങളിൽ ചെന്നപ്പെടുന്നത്. So this video is about what investors should not do. This is about what investors should do. എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യണം എന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം വ്യക്തമാക്കാം. ക്ഷമയോടുകൂടിയുള്ള ദീർഘകാല നിക്ഷേപത്തിൽ നിന്ന് മാത്രമേ ഓഹരി വിപണിയിൽ നിന്ന് നേട്ടമുണ്ടാകൂ. അബദ്ധങ്ങളൊക്കെ എല്ലാവർക്കും പറ്റും, എന്നാൽ അതൊന്നും നിക്ഷേപത്തിൽ നിന്നുള്ള ദീർഘകാല വെൽത്ത് ക്രിയേഷനെ ബാധിക്കില്ല. സെൻസെക്സിൻ്റെ 1979 100 എന്ന നിലയിൽ നിന്ന് ഇപ്പോഴത്തെ 76,000 എന്ന നിലയിലേക്കുള്ള വളർച്ചയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയ്ക്കുള്ള കമൻ്റായി ഒരു നിക്ഷേപകൻ എഴുതിയത് കയ്യിലുള്ള കാശെല്ലാം പോയി കടക്കാരനായി എന്നാണ്. വേറൊരാൾ 27 ലക്ഷം കടക്കാരനായി എന്ന് എഴുതിയിരുന്നു. എന്തുകൊണ്ടാണ് കടക്കാരനായത്? ഉത്തരം ലളിതം: കടം വാങ്ങി നിക്ഷേപിച്ചതുകൊണ്ട്. അതുകൊണ്ട് ആദ്യത്തെ പാഠം, കടം വാങ്ങി നിക്ഷേപിക്കരുത്. കയ്യിലുള്ള പണം മാത്രം നിക്ഷേപിക്കുക. അടുത്ത 4-5 വർഷത്തേക്ക് ആവശ്യമില്ലാത്ത പണം മാത്രം ഓഹരികളിൽ നിക്ഷേപിക്കുക. 2, നേരിട്ട് ഓഹരികളിൽ നിക്ഷേപിക്കാൻ വേണ്ട വൈദഗ്ധ്യമോ സമയമോ ഇല്ലാത്തവർ മ്യൂച്വൽ ഫണ്ടുകളിലൂടെ മാത്രം നിക്ഷേപിക്കുക. പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ട് SIPകളിലൂടെ. കഴിഞ്ഞ 5 വർഷത്തെ SIP റിട്ടേൺസ് നോക്കിയാൽ നല്ല ഫണ്ടുകളിൽ നിന്ന് നല്ല റിട്ടേൺസ് ആണ്, ചിലത് മികച്ച റിട്ടേൺസ് ആണ്. പ്രധാനമായ കാര്യം, there is no loss for those who have invested systematically during the last 5 years. ആരും കടക്കാരായിട്ടുണ്ടാവില്ല, ഭീമമായ തുക നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഭീമമായ തുകയല്ല, നഷ്ടമേ വന്നിട്ടുണ്ടാവില്ല. 3 മാസം, 6 മാസം, 1 വർഷമൊക്കെ തന്നെ പോർട്ട്ഫോളിയോ വിൽ ബി showing negative returns, but not over a 3 to 4 year period. 3, don't be greedy. ആർത്തി ഒഴിവാക്കുക. ആഗ്രഹവും ദുരാഗ്രഹവും മനുഷ്യ സഹജമാണെന്ന് പറയാം, എന്നാൽ ഓഹരി നിക്ഷേപത്തിൽ നിന്ന് നേട്ടം കൊയ്യണമെങ്കിൽ ആർത്തി ഒഴിവാക്കണം. പെട്ടെന്ന് പണക്കാരനാകാൻ വേണ്ടി മാർക്കറ്റിൽ വന്നാൽ നഷ്ടമായിരിക്കും ഫലം. സോ ഡോണ്ട് ബി ഗ്രീഡി, കീപ് ഗ്രീഡ് അണ്ടർ കൺട്രോൾ. 4, ചൂതാട്ടം ഒഴിവാക്കുക. ഡോണ്ട് സ്പെക്കുലേറ്റ്. ഓഹരി വിപണിയിൽ ചൂതാട്ടം നടത്തരുത്, പ്രത്യേകിച്ച് ഡെറിവേറ്റീവ്സിൽ. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡിംഗ് ഒഴിവാക്കുക. വല്ലപ്പോഴും ഹെഡ്ജിങ്ങിന് വേണ്ടി ഡെറിവേറ്റീവ്സ് ഉപയോഗിക്കാം. ഡെറിവേറ്റീവ്സ് ട്രേഡിംഗ് എന്നുള്ള ഒരു സ്ട്രാറ്റജിയെ അടിസ്ഥാനപ്പെടുത്തി വിപണിയിൽ കളിച്ചു കഴിഞ്ഞാൽ കാശ് പോവും എന്നുള്ളത് ഉറപ്പാണ്. 95% F&O ട്രേഡേഴ്സിനും പണം നഷ്ടപ്പെടുന്നു എന്നാണ് അനുഭവം. ഇതേക്കുറിച്ച് ഞാൻ മുമ്പ് 2 തവണ വീഡിയോസ് ചെയ്തിരുന്നു. സോ ഡോണ്ട് സ്പെക്കുലേറ്റ്, ഇൻസ്റ്റെഡ് ഇൻവെസ്റ്റ് ഫോർ ദ ലോങ് ടേം. 5, ഡോണ്ട് ട്രൈ ടു ടൈം ദ മാർക്കറ്റ്. മാർക്കറ്റിൽ വളരെ ഫ്രീക്വൻ്റായി എൻ്റർ ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും ശ്രമിക്കരുത്. പറ്റിയാൽ നല്ലതാണ്, ബട്ട് എക്സ്പീരിയൻസ് ഇസ് ദാറ്റ് ടൈമിംഗ് ദ മാർക്കറ്റ് ഈസ് എക്സ്ട്രീംലി ഡിഫിക്കൾട്ട്, ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. Therefore, instead of timing the market, spend time in the market. Experts എല്ലാം പറയുന്ന ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്, don't try to time the market, instead spend time in the market through systematic investment over long periods. ഇനി എന്ത് ചെയ്യണം? ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻവെസ്റ്റർ ബിഹേവിയർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ബിഹേവിയറൽ ഫൈനാൻസ് എന്നൊരു പ്രത്യേക സബ്ജക്റ്റ് ഉണ്ട്, ഓൺ ഹൗ ഇൻവെസ്റ്റേഴ്സ് ബിഹേവ്. പല നിക്ഷേപ തീരുമാനങ്ങളും നിക്ഷേപകർ എടുക്കുന്നത് യുക്തിസഹമായല്ല, മറിച്ച് ചില വികാരങ്ങളുടെയും ബയസിനെയും പക്ഷപാതങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് എന്നതാണ് ബിഹേവിയറൽ ഫൈനാൻസിൽ പറയുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായൊരു വീഡിയോ ചെയ്യാം വൈകാതെ. ബെസ്റ്റ് വിഷസ്.